ഡീനോ ഡെന്നീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക മൂവിയാണല്ലോ ബസൂക്ക. ഈ ഒരു ചിത്രം ഏപ്രിൽ 10 വിഷു റിലീസായിട്ടാണ് തിയേറ്ററിലെത്തുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രോസ് പ്രൊഡക്ഷൻ വർക്കുകൾ മികച്ച രീതിയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിനിമ ബോക്സ് ഓഫീസിൽ കത്തിക്കയറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല ക്ലീൻ ആയിട്ട് ഒരു എൻ്റർടൈനർ എന്ന സ്വഭാവത്തിൽ നല്ല രീതിയിൽ പ്രേക്ഷകനോട് നീതി പുലർത്തുമ്പോൾ സെക്കൻഡ് ഹാഫ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു മികച്ച ഒരു ട്വിസ്റ്റോട് കൂടെ സിനിമ അവസാനിക്കുമ്പോൾ വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് മലയാള സിനിമയ്ക്ക് ബസൂക്ക എന്ന് പറയുന്ന ചിത്രം സമ്മാനിക്കുന്നത് എന്നുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ 10 ആ ഒരു ഡേറ്റിൽ ഈ സിനിമയ്ക്ക് ക്ലാസ് റിലീസായിട്ട് മലയാളത്തിൽ നിന്നും വേറെയും സിനിമകൾ വരുന്നുണ്ട്. സീക്രട്ട്, ആലപ്പുഴ ജിങ്കാന, മരണമാസ്, തമിഴിൽ നിന്നും ഗുഡ് ബാഡ് അഗ്ലി, അതോടൊപ്പം തന്നെ ധനുഷ് നായകനായി സംവിധാനം ചെയ്യുന്ന ഇഡലിക്കടൈ എന്നീ സിനിമകളൊക്കെ ക്ലാസ് റിലീസായിട്ട് ബസൂക്ക എന്ന ചിത്രത്തെ നേരിടാനെത്തുമ്പോൾ ചില സിനിമകൾ ആ ഒരു ഏപ്രിൽ 10 എന്നുള്ള ഡേറ്റിൽ നിന്നും മാറാനുള്ള സാധ്യതയുണ്ട്. ബസൂക്ക എന്ന ചിത്രത്തെ നിസാരമായി കാണാൻ അവർ തയ്യാറല്ല. കേരളത്തിൽ 780ഓളം സ്ക്രീനാണ് ആകെ ഉള്ളത്. അതിൽ 380ഓളം സ്ക്രീൻ കാര്യങ്ങളെല്ലാം ബസൂക്ക എന്ന് പറയുന്ന മൂവി ഉറപ്പിച്ചിരിക്കുന്നു. ടർബോ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂക്കയുടെ ഏറ്റവും ഹൈപ്പിൽ വരുന്ന സിനിമയാണ് ബസൂക്ക. ഒരുപക്ഷെ ടർബോ എന്ന ചിത്രത്തിന്റെ മുകളിൽ തന്നെയാണ് ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഹൈപ്പ്. മാറാനുള്ളവരെല്ലാം മാറി നിന്നേക്ക് കുറച്ച് എരിവും പുളിയെല്ലാം ചേർത്ത ഒരു കിടുക്കാച്ചി അഡാർ ഐറ്റമാണ് ബസൂക്ക എന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട്. കാത്തിരിക്കാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ.